കേരളത്തിലെ ഈ ഇലക്ഷനെ ബന്ധപ്പെട്ട് ആദ്യത്തെ സ്ഥാനാർത്ഥിയെ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് ജോസ് കെ മാണി പ്രഖ്യാപിച്ചു. തോമസ് ചാഴിക്കാടനാണ് ആദ്യ പ്രഖ്യാപനം. അപ്പോൾ കോട്ടയത്ത് തുടങ്ങുകയാണ് അംഗം. നമുക്കെന്ത് ചെയ്യാൻ, ഓരോ പാർട്ടിക്കാർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്താനുള്ള അവകാശം അവർക്കുണ്ട്. ചാഴിക്കാടൻ പ്രഖ്യാപിച്ചു. അതൊരു പുതിയൊരു അറിവല്ല. ഇപ്പോഴും ചാഴിക്കാടനാണ് അവിടുത്തെ MP. അദ്ദേഹം തന്നെ ആയിരിക്കും അവിടെ കോട്ടയത്ത് നിർത്താൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പുതിയൊരു അറിവല്ല. അത് പ്രതീക്ഷിച്ച് സംഭവിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDFന് കിട്ടി. ഇത്തവണത്തെ സാധ്യത എങ്ങനെയാണ്? സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിക്കഴിഞ്ഞ ശേഷം പറയുന്നതല്ലേ നല്ലത്. നമുക്ക് ഇപ്പം തന്നെ പറയാനൊക്കാവുന്ന രീതിയിൽ കാര്യം ആയിട്ടില്ല. സ്ഥാനാർത്ഥികളെല്ലാം നിർത്തിക്കഴിഞ്ഞ ശേഷം ഏകദേശം അവരുടെ പ്രവർത്തനശൈലിയും സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരുടെ ശുദ്ധിയും വിശുദ്ധിയും മനസ്സിലാക്കി ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും ഭംഗി. അല്ലാതെ ഇപ്പോൾ കാടടച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ സൃഷ്ടിയും സംഹാരവുമാണ്. അതായത് തെറ്റിപ്പോയാൽ നിങ്ങൾ പറയും, തനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് വീട്ടിൽ പോയി ക്ഷവരം ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾ ബ്ലേഡ് അയച്ചു തരാമെന്ന് പറഞ്ഞ ആ പാർട്ടികളാണ് നിങ്ങൾ. ശരിയാണ് ഞാൻ പറഞ്ഞെങ്കിൽ അത് നന്നായി പറഞ്ഞു എന്ന് പറയാനുള്ള ചിന്തയും ഇല്ല. അപ്പോൾ എന്നെ എപ്പോഴും കൊല്ലാനും തിന്നാനുമാണ് പലരും നടക്കുന്നത്. ശരി പറഞ്ഞാൽ ശരിയാണ് പറഞ്ഞു എന്ന് നിലയിൽ എന്നെ അഭിനന്ദിക്കാറില്ല. എന്തെങ്കിലും ചെറിയ ഒരു ഡൈവേർഷൻ വന്നുപോയാൽ എന്നെ കൊല്ലാൻ മാധ്യമങ്ങൾ ചിലരെല്ലാം പരസ്പരം മത്സരിക്കുന്നതുകൊണ്ട് മുൻകൂട്ടി ഒരു പ്രവചനം നമുക്ക് സാധിക്കില്ല. ഒന്ന് വരട്ടെ, സ്ഥാനാർത്ഥികളെല്ലാം നിർണയിച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും ഒന്നുകൂടെ ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നത്. PC ജോർജാ രക്ഷപ്പെടുകയെന്നാ? ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാളാരാണ് കേരള രാഷ്ട്രീയത്തിൽ. ഇത്തരം അപഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ ഒരു സ്ഥാനാർത്ഥിയായി ആളുകൾ ഓർക്കുമെന്ന് മാത്രമല്ല, ചരിത്രം ഇത്രയും ഒരു ദരിദ്രവാസിയും നിലപാടില്ലാത്തവനും പക്ഷമായി വന്ന് ഇപ്പോൾ പക്ഷമെല്ലാം ചിറകെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് PC ജോർജ്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചത്, കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആളാണ് അദ്ദേഹം. അവസാനം ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്തുമാത്രം ചീത്ത പറഞ്ഞു, പിണറായി എന്തുമാത്രം ചീത്ത പറഞ്ഞു, പറയാത്തത് ആരെയാണ്? വെള്ളാപ്പള്ളി നടേശനെ പറ്റിയും അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തെ പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിറവില്ലാത്ത പന്നകളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം. അങ്ങനെ മാണിസാറിൻ്റെ തണലിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി വളർന്ന് പന്തലിച്ച ശേഷം മാണിസാറിനെ ആ പാവത്തിനെ ഇരുത്തിക്കൊണ്ട് എന്തുമാത്രം വൃത്തികേടാണ് പറഞ്ഞത്. അങ്ങനെ ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടി പുള്ളി അങ്ങനെ വീർത്ത് കെട്ടി വന്ന് ഇപ്പോൾ ആർക്ക് വേണം? പള്ളിയിൽ അച്ഛന്മാരെയും കത്തനാരന്മാരെയും എല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ട്. പറയാത്ത മുസ്ലിം ലീഗിനെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. തള്ളി പറയാത്തത് ആരാണ്? അവസാനം ഇപ്പോൾ ലയിക്കാനായിട്ട് LDF ചെന്ന് UDF ചെന്ന് അങ്ങനെ ചെല്ലാനൊരു സ്ഥലവുമില്ല. ആർക്കും അദ്ദേഹത്തിന് വേണ്ടാന്ന് വന്നപ്പോൾ അവസാനം എന്നും തള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് BJPയുടെ ചെന്നു. BJPയുടെ ചെന്ന് പറഞ്ഞ് പക്ഷം കളഞ്ഞിട്ട് വന്നാരാൻ പറഞ്ഞ്, അതായത് ജനപക്ഷമാണ്, 2 ചിറകും വെട്ടിക്കളഞ്ഞിട്ട് വരാൻ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ലയിച്ചു എന്നുള്ളതല്ലാതെ അങ്ങനെ ജനപക്ഷം എന്നൊരു പാർട്ടി ജനിക്കുകയും ഇപ്പോൾ മരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്നാൽ അദ്ദേഹത്തിൻ്റെ ദയനീയ പരാജയം കേരള ചരിത്രത്തിൽ നിന്നിട്ട് പരാജയപ്പെട്ട ഒരു വലിയൊരു ചരിത്രപുരുഷൻ ചരിത്രം എഴുതാവുന്ന ഒരു PC ജോർജായി അദ്ദേഹം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് പുള്ളി പറഞ്ഞ പിതാക്കന്മാരുടെ അനുവാദ പത്രം മേടിച്ച് നിങ്ങളാരും കണ്ടോ? അത് പിതാക്കന്മാരെ മനുഷ്യരെ പറ്റിക്കാൻ. അപ്പോൾ പിതാവ് കൊള്ളാം. മുമ്പ് പാപി എന്ന് പറഞ്ഞവർ ഇന്നിപ്പോൾ പിതാവ് പുണ്യവാളനായി. അപ്പോൾ ചിലപ്പോൾ പാപികളെന്ന് പറഞ്ഞവർ പുണ്യവാളനാക്കി അവസരം പോലെ ഓരോരുത്തരും ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന PC ജോർജിൻ്റെ നിറവുകെട്ട രാഷ്ട്രീയം കേരളം കണ്ടതാണ്. അതുകൊണ്ട് PC ജോർജിനെ ഈ കേരളത്തിൽ ഒരു മനുഷ്യരും വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാകില്ല. BJP അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥ്യം കൊടുത്താൽ ആ BJPയുടെ നിലവാരം വരെ താഴ്ന്നു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല
BJP-ക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോയെന്ന് എനിക്ക് സംശയമാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, സ്വാഭാവികമായിട്ട് PC ജോർജ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഈ BJP ഇങ്ങനെ ഇദ്ദേഹത്തെ എടുക്കാനുള്ള തീരുമാനം ഒരു മണ്ടൻ തീരുമാനമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. നിലപാടില്ലാത്ത ആളുകൾ, ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത ആളുകളെല്ലാം വരുമ്പോൾ കയറാനുള്ള വഴിയമ്പലമാണോ BJP? അത് ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയാണ്. ഇപ്പോൾ 10 കൊല്ലം ഭരിച്ച് ഇനിയും 5 കൊല്ലം ഉറപ്പായിട്ടും ഇന്ത്യ ഭരിക്കുമെന്ന് ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദിയുടെ. നരേന്ദ്രമോദി ശക്തമായ ഒരു പ്രവർത്തനവും ഭരണവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഇളക്കാൻ ഇവരാരും വിചാരിച്ച് സാധിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോലും ഒരു ചുക്കും ചെയ്യാനൊക്കത്തില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ നേതാക്കന്മാർ തന്നെ പറഞ്ഞ് നമുക്ക് ബാക്കിയുള്ളവരെല്ലാം കൂടെ ഒന്നിച്ച് നിന്നാൽ ഈ നരേന്ദ്രമോദി തോൽപ്പിക്കാം. ഒന്നിച്ച് നിന്നാൽ, അല്ലെ ഒന്നിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നിച്ച് നിൽപ്പ് ഇല്ലല്ലോ. പ്രതിപക്ഷങ്ങൾ ഒന്നിക്കാൻ കൂടെ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദി 10 കൊല്ലം ഭരിച്ചു, ഇനി 5 കൊല്ലം ഇപ്പോഴേ ഭരിക്കുമെന്നുള്ള ഉറപ്പാണ് എന്ന് എല്ലാ പ്രതിപക്ഷങ്ങളും ഒരേ അവസരത്തിൽ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലുള്ള ദരിദ്രവാസികളെ, നിലപാടില്ലാത്തവരെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കി ഇവിടെ നിർത്താൻ BJP-ക്കാർ തയ്യാറാകുമെന്ന് തലേ ജനവാസമുള്ളവരാൻ തയ്യാറാകില്ല. ആര്? ഒരു തെറ്റില്ല ആരുമായിട്ടും. ഞാൻ ചോദിച്ചേ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പോയി മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് കൈ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ പറ്റിയൊന്നും പറയാത്തന്നെ. ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി കൈ കൊടുത്തില്ലേ? അതുകൊണ്ട് കൈവരിച്ചു കളഞ്ഞോ? അത് കൊടുത്തത് ആർക്ക്? കേരള മുഖ്യമന്ത്രിയാണ്. ആർക്ക് കൈ കൊടുത്തത്? നരേന്ദ്രമോദിക്കല്ല കൊടുത്തത്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് കൈ കൊടുത്തത്. അതതിൻ്റെ സംസ്കാരമാണ്, അതിൻ്റെ മര്യാദയാണ്. അതോടെ പിന്നെ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയോടൊപ്പം ഒരു MP ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെയും കാര്യമായ ആളുകൾ പങ്കെടുക്കാത്തപ്പോഴാണ് ഒരു വലിയ വിപ്ലവമൊക്കെ പറഞ്ഞു നടക്കുന്ന പ്രേമേന്ദ്രൻ പങ്കെടുത്തതെന്നാണ് ആക്ഷേപം. ഈ വിപ്ലവം എന്ന് പറഞ്ഞത് എന്ത് വിപ്ലവമാണ്? ഇപ്പോൾ ഭക്ഷണം കഴിക്കാനകത്ത് വിപ്ലവം വല്ലതും ഉണ്ട്? ഇവിടെ വല്ല വിപ്ലവം ഉണ്ടായിരുന്നു? ഇപ്പോൾ എല്ലാവരും ഇല്ല കേട്ടോ. ഇവിടെ പോയി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു വിപ്ലവം ഇല്ലാതെ എല്ലാ ഭക്ഷണവും ഒന്നിച്ചു നിന്ന് ഭക്ഷണം കഴിച്ചു. നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ചിന്തിക്കാം. വെറുതെ പ്രേമചന്ദ്രനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു കുറ്റകരമായ ഒരു അനാസ്ഥ അല്ലെങ്കിൽ കുറ്റകരമായ കുറ്റം പ്രേമചന്ദ്രൻ ചെയ്തു എന്നുള്ള വിചാരം എനിക്കില്ല. ലോക്സഭ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാൻ വേണ്ടി K. സുധാകരൻ സതീശനോട് ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ട്, സമരാഗ്നി എന്ന് പറയുന്നത്. എന്താ ഈ രണ്ടുപേരും കൂടെ ഒരാൾക്ക് മാത്രം ഞാൻ പാടില്ല. ഞാൻ ഈ രണ്ടുപേരും കൂടെ എന്തിനാണ്? അപ്പം തന്നെ നിങ്ങൾക്ക് തോന്നില്ല ഇതിനകത്ത് ഐക്യമില്ലെന്ന്? രണ്ടുപേരും കൂടെ ഉണ്ടാകാം. ഇപ്പം തന്നെ BJP നടത്തുന്നത് അത് ഒരാളാണ് നടത്തുന്നത്. അതായത് നരേന്ദ്രമോദി നടത്തി, അവർ ഒരാളാണ് നടത്തിയത്. ഈ കോൺഗ്രസ് വന്നപ്പോൾ എന്താണ് രണ്ടാളായി പോയത്? അതായത് അപ്പോൾ ഇതിനകത്ത് നേതൃത്വം ഒരാളല്ല, രണ്ടാളെന്നാണ്. അപ്പം ഇതാണ് സ്ഥിതി. ഇവിടെ തന്നെ നേതൃത്വം തമ്മിൽ തല്ലല്ലേ. BJP കോൺഗ്രസ്സിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്നും ജനങ്ങളോടൊപ്പം ജനങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ പഴയ നേതാവുണ്ടല്ലോ, UDF-ൻ്റെ കൺവീനറായി പ്രവർത്തിച്ച രമേശ് ചെന്നിത്തല ഇപ്പോൾ അവിടെ കിടക്കുന്നത്. അദ്ദേഹം സൗമ്യനായിരുന്നില്ലേ, മാന്യനായിരുന്നില്ലേ? ഇതുപോലെ തറപറ പറയുമായിരുന്നു. ഈ തറപറ പറയുമ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് ന്യൂസാണ്. ഈ തറപറ പറയുന്നവർക്കാണ് നിങ്ങൾക്ക് ന്യൂസ് വാല്യൂ കൊടുക്കുന്നതും. അപ്പം ന്യൂസ് വാല്യൂ സൃഷ്ടിക്കുന്ന തറകൾക്ക് പ്രാമുഖ്യം കിട്ടുകയും മാന്യമായി പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ജനപ്രിയനായി പ്രവർത്തിക്കുന്ന രമേശ് ചെന്നിത്തല നിങ്ങൾ താഴ്ത്തിയും കാണിക്കുന്ന ഈ അടവ് നയം നിങ്ങളാണല്ലോ സൃഷ്ടിയും സംഹാരവും. അതുകൊണ്ട് ഈ സംഹാരം നടത്തുമ്പോൾ കുറേയെങ്കിലും നീതി കാണിക്കണമേ എന്നുള്ള അപേക്ഷ എന്നോടൊപ്പം. പിന്നെ എനിക്ക് വാർബിൻ്റെ മോഹമില്ല. നിങ്ങൾ എന്തെന്നെപ്പറ്റി എഴുതിയാലും എനിക്കില്ല, ഓരോ ചുക്കുമില്ല. നിങ്ങൾ എഴുതിയാണല്ലോ ഞാനിപ്പോൾ ആയത്. എനിക്കറിയില്ല. എന്ന് പത്രത്തെ കണ്ടിട്ട് ഞാനാരാണ് ചോദിച്ചിട്ട് ആളെ കിട്ടിയില്ല. എനിക്ക് ഇവരോട് ചോദിച്ചിട്ട് ഇവർക്കും അറിയാൻ പാടില്ല. അതൊന്നും ഞാൻ പറയാല. കാരണം ഞാൻ പറഞ്ഞാൽ പലർക്കും അരോചകമാണ്. അപ്രിയ സത്യങ്ങൾ കഴിയുന്നത്ര പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ താങ്ക് യു.